എൻ്റെ പേര് ഹുസൈൻ. ഇത് പറയാറ് എൻ്റെ വീട്ടുപേര് പട്ടേരി എന്നാണ്. പട്ടേരി വീട്ടിൽ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ മഴക്കാലം സ്റ്റാർട്ട് ചെയ്യാണ്, മഴ തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് ഇപ്പോൾ ഈ പശുക്കളുടെ ഇടയിൽ ഇവർക്ക് രോഗങ്ങളൊന്നും വരാതിരിക്കാനും വൃത്തിയായിട്ടിരിക്കാനും ഇവിടെ എന്താ ചെയ്യണം? ഈ മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ മുൻകരുതലുകൾ നേരത്തെ തന്നെ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ ചാണാനൊക്കെ വേസ്റ്റൊക്കെ ഡംപ് ചെയ്യാൻ പറ്റിയ സൗകര്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ വേസ്റ്റൊക്കെ ഡംപ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ അപ്പോൾ ചാണകക്കുഴിയായിട്ട് നമ്മൾ ഇത് ചെയ്യണം. പിന്നെ ഇത് കുട്ടികളെ ചെറിയ കിടാങ്ങളൊക്കെ അങ്ങനെ വരണമെങ്കിൽ അവർക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ. പിന്നെ നമ്മൾ അഡീഷണലായിട്ട് പിന്നെ ഒരു ഇത് ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ അത് ഇത് തന്നെയാണ് നമ്മൾ ചാണകക്കുഴി. പക്ഷേ ആ സമയത്ത് മഴ ഇത് നല്ല കൂടുതലായിട്ട് വരെയൊക്കെ ഉണ്ടെങ്കിൽ ക്രാക്കൾക്ക് തണുപ്പടിക്കാതെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളപ്പോൾ ഇതിൽ ഇതുപോലെ വൈക്കോലിൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് അതിൽ കയറ്റിയിരുന്ന കിടാക്കൾക്ക് നല്ല ചൂട് കിട്ടുകയും വേണമെങ്കിൽ ചാണകക്കുഴിയായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും തറ കറക്റ്റായിരിക്കണം, എപ്പോഴും ഉണങ്ങിക്കിടക്കണം. ഒരു കാരണവശാലും നനഞ്ഞ് കിടക്കരുത്. മെയിനായിട്ടുള്ള കേസ് തറ ഉണങ്ങി കിടക്കണം. അപ്പോൾ നമ്മളത് ഇപ്പോൾ മഴയാണെങ്കിൽ മഴക്കാലത്ത് അതിനൊരു ഫാൻ നമ്മൾ ഇട്ടാണ്. മഴക്കാലത്ത് തറ ഉണങ്ങാനായിട്ടും വെറ്റായിട്ട് കിടക്കാനും വേനൽക്കാലത്ത് നമുക്ക് അവർക്ക് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് സംവിധാനം ഫാനിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഫാൻ ഒരു കാരണവശാലും നമുക്ക് നിർത്താൻ കഴിയില്ല. ഫുള്ളായിട്ട് ഇങ്ങനെ ഫാൻ ഇതായിട്ട് തന്നെ കിടക്കും. പിന്നെ ഭക്ഷണം ഈ വർഷക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിലവിൽ വേനൽക്കാലത്ത് എന്ത് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല. വരുത്തരുത്. വർഷക്കാലത്ത് പല എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ അവർക്ക് ഉണ്ടാവും, ദഹനയുടെ മറ്റേത് പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാൻ നമ്മൾ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിലവിലാ കൊടുത്തുകൊണ്ടിരുന്നത്. അത് വേനൽക്കാലമൊക്കെ ആണെങ്കിൽ നമുക്കത് അത്രയും പ്രശ്നങ്ങൾ വരില്ല. അപ്പോൾ അതുകൊണ്ട് വേനൽക്കാലത്ത് ഒരു കാരണവശാലും നമ്മൾ വർഷക്കാലത്ത് വരുമ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ മാറ്റം വരും. നമുക്ക് ഇപ്പോൾ ഈ വർഷത്താകുമ്പോൾ ഈ തീറ്റയ്ക്ക് പൂപ്പൽ പിടിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും നമ്മൾ മാർഗ്ഗങ്ങളുണ്ടോ? പൂപ്പൽ പിടിക്കാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഞാനിവിടെ അത് ഈ മറ്റേ ഈ നനഞ്ഞ കാലിത്തീറ്റകൾക്കാണ്. അത് നനഞ്ഞ ഞാൻ ഉദ്ദേശിച്ചത് മെയിനായിട്ട് ബിയർ വേസ്റ്റ് പോലുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനൊക്കെ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ കയ്യിൽ അങ്ങനെയില്ല. നമ്മൾ KFCയുടെ സുപ്രീം പെല്ലറ്റ് മറ്റാണ്. പെല്ലറ്റ്. പിന്നെ കൊടുക്കുന്നത് മറ്റേ തവിട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പതിര് പിടിച്ച തവിടാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പതിര് പിടിച്ച തവിടിന് കുറച്ച് ഏറ്റവും കൂടുതലുണ്ട്. അവർ ചാണാനൊക്കെ ശരിക്കും കുറച്ച് വരെയും ഇതൊക്കെ ചെയ്യും. സ്വാഭാവികമായിട്ട് അതിൻ്റെ അളവ് കുറച്ചിട്ട് കുറച്ച് ഉണ്ടായിരുന്നാൽ മതി. വൈക്കോല്. പിന്നെ നമ്മൾ തീറ്റപ്പുല്ല് ഇത് കൊടുത്തുകൊണ്ട്. നമുക്ക് ഇപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇവരുടെ കാലിന് നീര് വരാൻ സാധ്യത മഴക്കാലത്ത്. അത് ഈ മുട്ടുകാലിന് അവർക്ക് സ്വാഭാവികമായിട്ട് എഴുന്നേക്കാനും അപ്പോൾ അത് എൻ്റെ അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ കണ്ടെത്തേണ്ട കേസ് എന്ന് പറഞ്ഞാൽ പ്രായമായ പശുക്കളെ വളർത്താതിരിക്കുക. മഴക്കാലത്ത് പ്രത്യേകിച്ച് അതോ മഴക്കാലത്ത് എപ്പോഴായാലും പ്രായമായ പശുക്കളെ നമ്മൾ അതായത് 4 പ്രസവം കഴിഞ്ഞാൽ പിന്നെ നമ്മളതിന് മാറ്റുക, നിർത്താതിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് അത് പ്രസവിച്ചായിരിക്കും കൊടുത്താൽ അവർ കൊണ്ടുപോയിക്കോളും. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വെറ്റിനറി ക്ലിനിക്കിൽ നിന്ന് വന്ന് ഇതുപോലെ ഇത് ചെയ്യുന്നത് ബ്രീഡ് ചെയ്യുന്നതൊക്കെ നല്ല ഒറിജിനൽ ജേഴ്സിയാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ആ ജേഴ്സി കിടാവ് ഇത് ഒറിജിനൽ ജേഴ്സിയാണ്. ഈ കുട്ടി ഒറിജിനൽ ജേഴ്സിയാണ്. ഇത് പെൺകുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് വരുന്നതിൻ്റെ പോലെ ജേഴ്സി നല്ല കിടാക്കളാണെങ്കിൽ നല്ല നമുക്ക് നിർത്താം, ഒരു കുഴപ്പവും വരില്ല. പിന്നെ പ്രായമാവുന്ന ഏതെങ്കിലും നമ്മളത് ഒഴിവാക്കിയിട്ട് മറ്റേതിനെ കൊണ്ടു നിർത്താം. അപ്പോൾ അതുകൊണ്ട് നമുക്കെന്ന് വെച്ചാൽ ഈ പാല് നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടിക്കൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ നമ്മളെന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള അടുത്തൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ നമ്മൾ പിന്നെ ധൃതി കാണിച്ച് എവിടെ നിന്നെങ്കിലുമൊക്കെ മേടിക്കാന്ന് വെച്ചാൽ നമ്മുടെ എന്തെങ്കിലും കബളിപ്പിക്കൽ നടക്കും. അതിൽ അപ്പോൾ നമുക്ക് നഷ്ടത്തിലേക്ക് പോകും. ഉപ്പുവെള്ളം എന്ന് പറയുന്നത് ഇവരുടെ കാലിന് എപ്പോഴും ഈ ഒരുവിധം പശുക്കളൊക്കെ വെച്ചാൽ എല്ലാ പശുക്കൾക്കും ഇല്ല. അത് വളരെ അപൂർവം ചില പശുക്കൾ എന്ന് പറഞ്ഞാൽ ചാണാനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കയറി നിൽക്കും.
ആ ചാണകത്തിൽ കയറി നിൽക്കും. അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ ചില പശുക്കൾ, അതായത് ഇവരിങ്ങനെ നിന്നിട്ട് ഇവരെ മറ്റേ കുളമ്പിൻ്റെ അടിഭാഗം ഇങ്ങനെ ചതിൽ പിടിച്ച മാതിരി ഇങ്ങനെ വളം കടിച്ചിട്ട് ഇതായിട്ട്. അപ്പോൾ അവിടെ ഇത് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് അവർ ഈ ചാണകത്തിൽ ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വേനൽക്ക് വർഷത്തും അവരെ ചാണകത്തിൽ തന്നെ നിൽക്കും. സുഖമാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്ത് കിട്ടുന്നത്. അത് നിൽക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കോൾട്ടാർ മറ്റേതൊക്കെ മേടിച്ചിട്ട് കാലിൽ അടിയിൽ പരത്തി കൊടുത്ത് തന്നെ അത് ക്ലിയറായി കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചൂടുവെള്ളം, ഉപ്പിട്ടിട്ട് ചൂടുവെള്ളം, ഇളം ചൂട്, അതായത് വലിയ ചൂട് അത്ര ഇളായത് പോരാ കാര്യമല്ല, ഒരുവിധം ചൂടുണ്ടാവണം. കാരണം കണ്ണാലികൾക്ക് എന്ന് പറഞ്ഞാൽ ചൂട് താഴെ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നല്ല ഉപ്പിട്ട് ഇത് കഴുകി കൊടുക്കുക. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കുക. പിന്നെ മുട്ടുകാലിനാണ് വരുന്നത്. മുട്ടുകാലിന് നീരി എഴുന്നേക്കാൻ ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പോൾ സ്വാഭാവികം ഞാൻ ഇവിടെ ചെയ്യുന്നത് പിന്നെ ഒരിക്കൽ ഒരു ഡോക്ടറെ അടുത്ത് പോലെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് മറ്റേ ന്യൂറോബിയോൺ ഫോർട്ടേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിറ്റാമിൻ B12 ഗുളികളുണ്ടല്ലോ, നമ്മൾ കഴിക്കുന്ന മനുഷ്യൻ കഴിക്കുന്നത്. ന്യൂറോബിയോണ്ട് നമ്മൾ സ്ഥിരം എല്ലാവരും കഴിക്കുന്നത് 10-40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളിത് കഴിക്കണം. അതൊരു മാസത്തേക്ക് 10 എണ്ണം വെച്ച് ദിവസത്തിൽ ഒരു നേരം വെച്ച് പശുക്കൾക്ക് ഫുഡിന്റെ കൂടെ കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ വെറുതെ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ സ്ഥിരമായിട്ട് കഴിക്കേണ്ടത് പശുവിന് ഇങ്ങനെ വരുന്ന പശുക്കൾക്കാണ്, അത് പ്രായം കൂടിയ പശുക്കൾക്കാണ് ആ ഒരു ഇത് വരുന്നത്. പിന്നെ നീരിന് വേണ്ടിയിട്ട് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ മറ്റേ നീര് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഈ അയോഡെക്സ് മേടിച്ചിട്ട് നമ്മൾ തടവി കൊടുക്കുന്നതൊക്കെ നല്ലതാണ് ഇതിൽ. അതെ. പിന്നെ പ്രധാനപ്പെട്ട കേസ് എന്ന് പറഞ്ഞാൽ ഇതിന് കറക്കുന്നതിന് മുമ്പ് എപ്പോഴും പൊട്ടാസ്യം പെർമാംഗനേറ്റ് മസ്റ്റാണ്. അത് മസ്റ്റാണ്. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ അകിടൊക്കെ കഴുകാനും ക്ലീൻ ആക്കാനും. അത് ചെയ്തെങ്കിൽ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല. കാരണം വെച്ചാൽ അണുക്കൾ ഏറ്റവും കൂടുതൽ വരുന്നത് ആ സമയത്താണ്. അപ്പോൾ ഈ സാധനം വെച്ച് അകിട് കഴുകുകയും ബാക്കി വരുന്ന വെള്ളം അതിൽ താഴ്ത്ത് മാറ്റിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അണുക്കളുടെ ഒരു ശല്യം അവർക്കുണ്ടാവില്ല. ഈ അണുക്കൾ വരുത്തുന്നത് മഴക്കാലമൊക്കെ ആകുമ്പോൾ കൂടുതലായിട്ട് നനഞ്ഞെടുക്കും എപ്പോഴും. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നനഞ്ഞെടുക്കരുത് ചെയ്യും വെറ്റായിട്ട് കിടക്കുന്നതല്ല. അപ്പോൾ നനഞ്ഞെടുക്കുമ്പോൾ ഈ അണുക്കൾക്ക് ഉണങ്ങി കിടക്കുകയാണെങ്കിൽ ഇത് വരില്ല. അപ്പോൾ ഇതിങ്ങനെ അപ്പോൾ പശുക്കൾ കിടക്കുമ്പോൾ കറന്നു കഴിഞ്ഞിട്ട് ചില പശുക്കൾ ഈ ആരോഗ്യമില്ലാത്തൊരു പ്രശ്നം അത് അങ്ങനെയുണ്ട്. ഇത് കറന്ന ഉടനെ ചില പശുക്കൾ കിടക്കും. ആ ക്ഷീണം കൊണ്ടുവരുന്നതാണ്. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവരുടെ കാമ്പിൻ്റെ ഹോൾ അടഞ്ഞിട്ടുണ്ടാവില്ല കറന്ന ഉടനെ. അപ്പോൾ ആ സമയത്ത് കിടക്കുകയാണെങ്കിൽ അണുക്കൾ കയറാൻ അതൊക്കെ അവർ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഹോളൊക്കെ അടഞ്ഞ് നോർമലായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല. അങ്ങനെ കിടക്കുകയാണെങ്കിൽ തന്നെ ഇവർക്ക് ആ ഒരു വിഷയമില്ല. ഇത് തറ ഉണങ്ങി കിടക്കുകയും ചെയ്യുകയാണെങ്കിൽ. ഞാൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചുമ്മാ ഇപ്പോൾ ഒരു കുപ്പിക്കകത്ത് മിക്സ് ചെയ്ത് വെച്ചു, നമ്മൾ ഇവിടെ തറയിലേക്ക് ചുമ്മാ ചീറ്റിച്ചിട്ട് വെള്ളം അടിച്ചങ്ങോട്ട് കളയാണോ? അതോ അല്ല, അത് നമ്മൾ ബക്കറ്റിൽ അകിട് കഴുകാൻ വേണ്ടി ഇരിക്കുന്ന വെള്ളത്തിലേക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് 2-3 തരി ഇട്ടാൽ മതി. അപ്പോൾ നല്ലതായിരിക്കും. അപ്പോൾ അത് കഴുകുകയും ചെയ്യും. ആ കഴുകണ വെള്ളം അവിടെ വീഴും, ബാക്കിയുള്ള വീഴും. അപ്പോൾ കറന്നു കഴിയുമ്പോൾ ബാക്കി ഒരു കപ്പെടുത്തിട്ട് അവിടെ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ക്ലീനായി പോകും. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ചാണാനൊക്കെ എപ്പോഴും നീക്കി നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. നമ്മൾ അതായത് നമ്മുടെ കുട്ടികളെ നോക്കുന്നത് പോലെ തന്നെ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് നോക്കി. അതെ തന്നെ, അത്രയും ശ്രദ്ധിച്ചാലാണ് അതിന് ഈ പറഞ്ഞ രോഗങ്ങളൊന്നും ഇല്ലാതെ കിട്ടുള്ളൂ. അതല്ലാതെ നമ്മൾ പശുക്കളിൽ ഈ നാളെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു, ഇസ്രായേലിലൊക്കെ പശുവിനെ വളർത്തുന്ന പറഞ്ഞാൽ അഴിച്ചുവിട്ട് വളർത്തുകയാണ്. അപ്പോൾ അതിങ്ങനെ നാടൻ മേഞ്ഞെടുക്കും. അപ്പോൾ ചാണാനൊന്നും മാറ്റില്ല. ചാണാനൊക്കെ ഭയങ്കര ഒരു വലിയ ടെൻറ്റ് കെട്ടിയിട്ട് അതിലാണ് ഇതിൻ്റെ ഉള്ളിലാണ്. ഈ ചാണകത്തിലേക്ക് അവർ മണ്ണ് കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ട് അത് 2 മിക്സ് ചെയ്ത് എന്നിട്ട് പശുക്കൾ ഇങ്ങനെ അതിൽ നടക്കും. അവർ പശുക്കളെ കഴിക്കലൊന്നുമില്ല, അവിടെ കഴിക്കണ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർ ഈ മറ്റേ സെൻസർ പിടിപ്പിച്ചിരിക്കുക എല്ലാ പശുക്കളുടെയും ചെവി സെൻസർ പിടിപ്പിച്ചിരിക്കുകയാണ്. അത് പശുക്കളുടെ ആ സ്വഭാവം, അവരുടെ ആ ദൈനംദിന കാര്യങ്ങളിലുള്ള മാറ്റങ്ങൾ അവരുടെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതെങ്കിലും പശു ഭക്ഷണം കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പശുവിന് അസുഖം ഉണ്ട് എന്ന് വെച്ചാൽ അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്റത്തിൽ നോക്കി അവർ നിരീക്ഷിച്ചിരിക്കുകയാണ്. 1500-2000 ഒക്കെ പശുക്കളുള്ളതാണ്. അപ്പോൾ അവർക്ക് അല്ല അവർ ചെയ്തത് അത്രയും പശുക്കൾ വരുമ്പോൾ ഇതിങ്ങനെ നോക്കണം. അല്ലാതെ ഇവരെ ഓരോന്നിനെ പിടിച്ച് നോക്കാൻ പറ്റില്ല നമുക്ക് സ്വാഭാവികം. അപ്പോൾ അതുകൊണ്ടാണ് ഈ സെൻസർ പിടിപ്പിച്ചിട്ട് അവർ കറക്റ്റായിട്ട്. അതായത് അവിടെ കറക്കുന്നത് 40 ലിറ്റർ 50 ലിറ്റർ 45 ലിറ്റർ ഒക്കെ ഒരു ടൈമിൽ കിട്ടുന്നത് ഒരു പശുവിന് 40 ലിറ്റർ. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കിയില്ലെങ്കിൽ പോകും. അപ്പോൾ അതുകൊണ്ട് ഇവരെ കെട്ടിയിടാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ കെട്ടിയിടാക്കണം. അപ്പോൾ ഈ ചളിയിലും ഈ ചാണകത്തിലൊക്കെ അവർ നടന്നു വെച്ചൊരു കുഴപ്പമില്ല. അവരത് ഈ കിടന്നാലും കുഴപ്പമില്ല. പക്ഷേ അതൊക്കെ അവർ ആ സെറ്റപ്പ് അതാണ്.
നമ്മളിവിടെ അത് കണ്ടുകൊണ്ട് ഇവിടെ ചാണകത്തിൽ സ്ഥലമില്ല, അതിനുള്ള പശുവില്ല. അങ്ങനത്തെ പശുക്കളും നമ്മുടെ കയ്യിലില്ല. അത് മാത്രമല്ല അവർ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ആളിങ്ങനെ നിൽക്കുകയാണ് പുറയിൽ. നമുക്ക് ഇതിനാണ് ആ സംവിധാനം ചെയ്തിട്ട് നമ്മുടെ ഉപജീവനമൊക്കെ പോകും. കാരണം വെച്ചാൽ നമ്മൾ തന്നെ കിടക്കുന്നത് ഈ പറഞ്ഞ രീതിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്കും ജീവിക്കണം. അവിടെ അവരതല്ല, അവരത് ഭീമമായ സംഖ്യ മുടക്കിയ ലാർജ് ശരിക്കും പറഞ്ഞാൽ നമ്മള് നമ്മുടെ കുട്ടികളെ നോക്കണ പോലെ നോക്കി നമ്മുടെ ഉപജീവനമാണ്. അപ്പോൾ നമ്മളത് മറ്റേ ലാർജ് സ്കെയിലിൽ അവർ ഇൻഡസ്ട്രി ആയിട്ട് നടത്തുകയാണ്. അവർക്ക് അതിന് മുടക്കുമുതൽ അവരുടെ കയ്യിൽ ധാരാളമായിട്ടുണ്ട്, മുടക്കുകയും ചെയ്യുന്നത്. അതിന് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഇത് ആരും അറിയാനും പോകുന്നില്ല. അതല്ല ഈ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ആളുകൾ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊടുക്കുന്നത് അതൊന്നും ഒരിക്കലും കൊടുത്തു പോകരുത്. ഇവർക്ക് അതിന്റെ ആവശ്യമില്ല. ഇവർക്ക് പച്ചവെള്ളം മതി. ഒരിക്കലും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഇവർക്ക് ഒരു ആവറേജ് ഒരു 20 കിലോ പുല്ല വയ്ക്കുമല്ലോ എന്തെങ്കിലും ഒരു ദിവസം കിട്ടുക. പിന്നെ പെല്ലറ്റ് നമുക്ക് പശുക്കൾക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് 10 രൂപ പെല്ലറ്റാണ്. വേസ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ധാന്യത്തവിട്, അത് സ്വാഭാവികം ധാന്യത്തവിട് കൊടുത്താലേ അവർക്ക് ഫോസ്ഫറസിൻ്റെ ഒരു കുറവ് ഉണ്ടാവാതിരിക്കുള്ളൂ. ഫോസ്ഫറസ് എന്തായാലും മസ്റ്റ് ഇവർക്ക് കിട്ടണം. അപ്പോൾ അതിനൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികം ഇങ്ങനെ. പിന്നെ വരുന്നത് നമ്മളിപ്പോൾ ഇവർ തന്നെ ഈ KCയുടെ തന്നെ വേറൊരു പ്രോഡക്റ്റ് ഉണ്ട്, ലാമി പഫ്. അത് ഈ സാധനം ഇവരുടെ ലാമി ബഫ് അല്ലേ?